Hey, what is up YouTube? This is SH Creatives. Welcome to a new After Effects logo reveal tutorial. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പിക്സൽ സ്കാൻ ലോഗോ റിവീൽ ആനിമേഷൻ ആണ്. തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക. കാരണം ഇതുപോലത്തെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കൂടുതൽ ട്യൂട്ടോറിയലുകൾ ഉണ്ടാക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്യും. ആദ്യമായി ഞാൻ പുതിയൊരു കോമ്പോസിഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. കോമ്പോസിഷൻ നെയിം റെൻഡർ എന്ന് കൊടുക്കുന്നു. വിഡ്ത്ത് 1920, ഹൈറ്റ് 1080, ഫ്രെയിം റേറ്റ്സ് 30 frames per second, ഡ്യൂറേഷൻ 15 seconds. ഇനി ആനിമേറ്റ് ചെയ്യേണ്ട ലോഗോ ഞാൻ ഇമ്പോർട്ട് ചെയ്യുന്നു. അതിനായി പ്രൊജക്റ്റ് പാനലിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു, ലോഗോ സെലക്ട് ചെയ്യുന്നു, ഇമ്പോർട്ട് ചെയ്യുന്നു. എന്നിട്ട് ലോഗോ ഞാൻ താഴെ ടൈം ലൈനിലേക്ക് ഡ്രാഗ് ചെയ്തിടുന്നു. ഈ ലെയർ പ്രീ കമ്പോസ് ചെയ്യുക. ലെയർ സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ദെൻ പ്രീ കമ്പോസ്. ഇവിടെ ലോഗോ എന്ന് കൊടുക്കുക. എന്നിട്ട് മൂവ് ഓൾ ആട്രിബ്യൂട്ട്സ് ഇൻ ടു ന്യൂ കോമ്പോസിഷൻ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഓക്കെ പ്രസ് ചെയ്യുക. ലോഗോ ഡീസെലക്ട് ചെയ്യുക. റെക്റ്റാങ്കിൾ ടൂൾ സെലക്ട് ചെയ്യുക. ഫില്ല് ക്ലിക്ക് ചെയ്യുക. സോളിഡ് ആണെന്ന് ഉറപ്പുവരുത്തുക. കളർ വൈറ്റ് സെലക്ട് ചെയ്യുക. സ്ട്രോക്ക് ക്ലിക്ക് ചെയ്തിട്ട് സ്ട്രോക്ക് ഡിസേബിൾ ചെയ്യുക. ഇനി ഈ റെക്റ്റാങ്കിൾ ടൂളിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ കോമ്പോസിഷൻ സൈസിൻ്റെ എക്സാക്റ്റ് സൈസിലുള്ള ഒരു റെക്റ്റാങ്കിൾ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇനി നമുക്ക് ഈ റെക്റ്റാങ്കിൾ ആനിമേറ്റ് ചെയ്യാം. ടൈം ഇൻഡിക്കേറ്റർ ഫസ്റ്റ് ഫ്രെയിമിൽ തന്നെയാണെന്ന് ഉറപ്പുവരുത്തുക. എന്നിട്ട് കീബോർഡിൽ പി പ്രസ് ചെയ്യുക. ഇവിടെ ഈ സ്റ്റോപ്പ് വാച്ച് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കീ ഫ്രെയിം ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് 4th സെക്കൻഡിലോട്ട് ടൈം ഇൻഡിക്കേറ്റർ മൂവ് ആക്കുക. ഈ റെക്റ്റാങ്കിൾ ഇങ്ങോട്ടേക്ക് നീക്കുക. ടൈം ഇൻഡിക്കേറ്റർ 6th സെക്കൻഡിലോട്ട് മൂവ് ചെയ്യുക. എന്നിട്ട് കീബോർഡിൽ എൻ പ്രസ് ചെയ്യുക. ട്രാൻസ്പെറൻസി ഗ്രിഡ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ നമ്മുടെ എലമെൻറ്റ്സ് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് ട്രാക്ക് മാറ്റ് സെറ്റ് ചെയ്യാം. അതിനായി ട്രാക്ക് മാറ്റ് സെലക്ട് ചെയ്യുക. ഞാൻ ആഫ്റ്റർ എഫക്ട്സ് CC 2024+ വേർഷനാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ ഉപയോഗിക്കുന്നത് പഴയ ആഫ്റ്റർ എഫക്ട്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ സാധിക്കില്ല. അതിന് പകരം നിങ്ങൾക്ക് ഇതുപോലെയാണ് കാണാൻ സാധിക്കുക. ഇവിടെ ട്രാക്ക് മാറ്റ് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ താഴെയുള്ള ടോഗിൾ സ്വിച്ച് ഓർ മോഡ്സ് എന്ന ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഈ ഒരു റൗണ്ടിലുള്ള ഐക്കൺ ക്ലിക്ക് ചെയ്ത് ഹോൾഡ് ചെയ്ത് മുകളിലോട്ടുള്ള ഷേപ്പ് ലെയറിലോട്ട് കൊണ്ടുവെക്കുക. ഈ ഒരു ഗോളത്തിൽ ക്ലിക്ക് ചെയ്യുക. ഇനി ഇവിടെ എഫക്ട്സ് ആൻഡ് പ്രീസെറ്റ് എന്ന പാനലിൽ പോയി ടർബുലന്റ് ഡിസ്പ്ലേസ് എന്ന എഫക്റ്റ് സെർച്ച് ചെയ്യുക. എന്നിട്ട് അത് ഷേപ്പ് ലെയറിൽ അപ്ലൈ ചെയ്യുക. എമൗണ്ട് 200 കൊടുക്കുക. സൈസ് 20 കൊടുക്കുക. കോംപ്ലക്സിറ്റി 10 കൊടുക്കുക. എഫക്ട്സ് ആൻഡ് പ്രീസെറ്റ്സിൽ പോവുക. മൊസൈക്ക് എന്ന എഫക്റ്റ് സെലക്ട് ചെയ്യുക. അത് ഷേപ്പ് ലെയറിൽ അപ്ലൈ ചെയ്യുക. ഹൊറിസോണ്ടൽ ബ്ലോക്സ് 100 കൊടുക്കുക. വെർട്ടിക്കൽ ബ്ലോക്സ് 50 കൊടുക്കുക. ലോഗോയും ഷേപ്പ് ലെയറും ഒരുമിച്ച് സെലക്ട് ചെയ്യുക. പ്രീ കമ്പോസ് ചെയ്യുക. ലോഗോ റിവീൽ എന്ന് പേര് കൊടുക്കുക. മൂവ് ഓൾ ആട്രിബ്യൂട്ട്സ് ഇൻ ടു ദ ന്യൂ കോമ്പോസിഷൻ എന്ന് സെലക്ട് ചെയ്യുക. ഫിൽ എഫക്റ്റ് അപ്ലൈ ചെയ്യുക. കളർ വൈറ്റ് അപ്ലൈ ചെയ്യുക. ലോഗോ റിവീൽ കോംബ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. താഴെയുള്ള കോംബ് സെലക്ട് ചെയ്യുക. ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ഹോൾഡ് ചെയ്ത് മുകളിലത്തെ കോംബിലേക്ക് ഡ്രാഗ് ചെയ്യുക. ഇൻവേർട്ട് ചെയ്യുക. മുകളിലത്തെ ലെയർ 3 ഫ്രെയിം മുന്നോട്ട് വെക്കുക. ഇതുപോലെ ഔട്ട്ലൈൻ ലൈൻസിൻ്റെ പീസുകൾ കാണുകയാണെങ്കിൽ മിനിമാക്സ് എന്ന എഫക്റ്റ് അപ്ലൈ ചെയ്യുക. ഓപ്പറേഷൻ മാക്സിമം അപ്ലൈ ചെയ്യുക. ചാനൽ ആൽഫ ആൻഡ് കളർ അപ്ലൈ ചെയ്യുക. റേഡിയസ് 1 എന്ന് കൊടുക്കുക. എന്നിട്ടും നിങ്ങളുടെ ഔട്ട്ലൈൻ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ റേഡിയസ് 2 എന്നോ 3 എന്നോ കൊടുക്കുക. ഈ 2 കോംബും സെലക്ട് ചെയ്യുക. എന്നിട്ട് പ്രീ കമ്പോസ് ചെയ്യുക. നെയിം ലോഗോ സ്കാൻ എന്ന് കൊടുക്കുക. പ്രൊജക്റ്റ് പാനലിൽ നിന്ന് ലോഗോ റിവീൽ എന്ന കോമ്പോസിഷൻ
താഴെ ടൈം ലൈനിലോട്ട് കൊണ്ടുവരിക. ലോഗോ സ്കാൻ കോംബ് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ മോഡ് സ്ക്രീൻ ആക്കുക. നിങ്ങൾക്ക് ഇവിടെ മോഡ് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ താഴെ ടോഗിൾ സ്വിച്ചസ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. മോഡ് ഡ്രോപ്പ് ഡൗൺ ക്ലിക്ക് ചെയ്യുക. സ്ക്രീൻ സെലക്ട് ചെയ്യുക. CC ഗ്ലാസ് എന്ന എഫക്റ്റ് ലോഗോ സ്കാൻ കോമ്പോസിഷനിൽ അപ്ലൈ ചെയ്യുക. പ്രോപ്പർട്ടി ആൽഫ കൊടുക്കുക. സോഫ്റ്റ്നെസ് 1 കൊടുക്കുക. ഹൈറ്റ് -50 കൊടുക്കുക. ഡിസ്പ്ലേസ്മെൻറ്റ് 200 കൊടുക്കുക. അടുത്തത് ഡിസ്പ്ലേസ്മെൻറ്റ് മാപ്പ് എന്ന എഫക്റ്റ് അപ്ലൈ ചെയ്യുക. മാക്സ് ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ് 100 കൊടുക്കുക. മാക്സ് വേർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് 0 കൊടുക്കുക. എന്നിട്ട് ഡിസ്പ്ലേസ്മെൻറ്റ് മാപ്പ് Ctrl+D പ്രസ് ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. മാക്സ് ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ് -200 കൊടുക്കുക. കൊളോറമ എന്ന എഫക്റ്റ് അപ്ലൈ ചെയ്യുക. സോ ഫ്രണ്ട്സ്, നിങ്ങൾ ഈ ഒരു പോർഷൻ വരെ എത്തിയെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോക്ക് ദയവായി ഒരു ലൈക്ക് കൊടുക്കണേ. ആഡ് ഫേസ് ലോഗോ കൊടുക്കുക. മോഡിഫൈ ആൽഫ അൺക്ലിക്ക് ചെയ്യുക. ഇവിടെ ഔട്ട്പുട്ട് സൈക്കിൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ നമുക്ക് ധാരാളം പ്രീസെറ്റ്സ് അവൈലബിൾ ആണ്. ഇതിൽ ഓരോന്നും എക്സ്പ്ലോർ ചെയ്തിട്ട് നിങ്ങളുടെ ലോഗോക്ക് അനുസരിച്ച ഒരു കളർ പാലറ്റ് ഏതാണോ അത് സെലക്ട് ചെയ്യുക. ഗ്ലോ എഫക്റ്റ് അപ്ലൈ ചെയ്യുക. ഗ്ലോ റേഡിയസ് 50 കൊടുക്കുക. ഗ്ലോ എഫക്റ്റ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. ഗ്ലോ റേഡിയസ് 200 കൊടുക്കുക. ഒന്നും കൂടെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. ഗ്ലോ റേഡിയസ് 500 എന്ന് കൊടുക്കുക. ഇനി നമുക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അതിനായി ടൈം ലൈനിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ന്യൂ സോളിഡ് ക്രിയേറ്റ് ചെയ്യുക. കളർ പിക്കർ സെലക്ട് ചെയ്യുക. എന്നിട്ട് ലോഗോ കളർ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഒരു ഡാർക്കസ്റ്റ് വേർഷൻ അപ്ലൈ ചെയ്യുക. താഴോട്ട് കൊണ്ടുവരിക. ലോഗോ റിവീൽ കോമ്പോസിഷൻ സെലക്ട് ചെയ്യുക. ഡ്രോപ്പ് ഷാഡോ എന്ന എഫക്റ്റ് അപ്ലൈ ചെയ്യുക. ഡയറക്ഷൻ 180 ഡിഗ്രി കൊടുക്കുക. ഡിസ്റ്റൻസ് 30 കൊടുക്കുക. സോഫ്റ്റ്നെസ് 100 കൊടുക്കുക. ബാക്ക്ഗ്രൗണ്ട് ലെയർ സെലക്ട് ചെയ്യുക. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. വിനിയറ്റ് എന്ന് പേര് കൊടുക്കുക. ഫിൽ എഫക്റ്റ് അപ്ലൈ ചെയ്യുക. കളർ പിക്കർ സെലക്ട് ചെയ്തിട്ട് ലോഗോയുടെ കളർ സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഡാർക്കസ്റ്റ് കളർ അപ്ലൈ ചെയ്യുക. റെക്റ്റാങ്കിൾ ടൂൾ ക്ലിക്ക് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് എലിപ്സ് ടൂൾ സെലക്ട് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്യുക. മാസ്ക് സബ്സ്ട്രാക്റ്റ് ചെയ്യുക. മാസ്ക് ആൻഡ് ഷേപ്പ് പാത്ത് വിസിബിലിറ്റി ഓഫ് ചെയ്യുക. മാസ്ക് എക്സ്പാൻഡ് ചെയ്യുക. മാസ്ക് ഫെദർ 400 കൊടുക്കുക. സോ നമ്മുടെ ലോഗോ ആനിമേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ കളേഴ്സ് എപ്പോൾ വേണമെങ്കിലും മാറ്റാം. അതിനായി ലോഗോ സ്കാൻ കോമ്പോസിഷൻ സെലക്ട് ചെയ്യുക. കളോറമ എന്ന എഫക്റ്റ് എക്സ്പാൻഡ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും നിങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാൻ തീർച്ചയായിട്ടും അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. ആഫ്റ്റർ എഫക്ട്സും മറ്റ് ആനിമേഷനും കാര്യങ്ങളും എല്ലാം ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നമ്മളുടെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്.